വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉടനില്ല. അൻവർ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പി ശശിയെക്കുറിച്ച് പറയുന്നില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ പി ശശിക്കെതിരെ തെറ്റുകൾ കണ്ടെത്തിയാൽ പരിശോധിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പി ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി എഴുതി നൽകുമെന്ന് PV അൻവർ പറഞ്ഞു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സ്വയം പ്രതിരോധം തീർത്താണ് തൽക്കാലം പി ശശിക്കെതിരെ പരിശോധന വേണ്ടെന്ന CPIM തീരുമാനം. ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PV അൻവർ പരാതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് സർക്കാർ തലത്തിലാണ് അത് പരിശോധിക്കുക. അൻവറിന്റെ പരാതിയിൽ പി ശശിയുടെ പേരില്ല. പോലീസ് അന്വേഷണത്തിൽ പി ശശിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ അന്വേഷിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത് അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. MV ഗോവിന്ദന്റെ പരാമർശത്തിന് പിന്നാലെ പി ശശിക്കെതിരെ പരാതി പാർട്ടി സെക്രട്ടറിക്ക് എഴുതി നൽകുമെന്ന് PV അൻവർ. അല്ല, പരാതി ഞാൻ കൊടുക്കും. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്താ പറഞ്ഞു, പരാതി എഴുതി തന്നെ അന്വേഷിക്കുന്നല്ലോ പറഞ്ഞത്. ഞാൻ എഴുതി കൊടുക്കും. എന്ത് സമയം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കില്ല, അത് ഞാൻ എഴുതി കൊടുക്കും. PV അൻവർ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിച്ചത് തെറ്റെന്നും സംസ്ഥാന സെക്രട്ടറി. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ്. അങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ എന്നുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതേസമയം അൻവറിന്റെ പരാതി ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നു. സുജിത് ദാസിനെതിരെ നടപടിയെടുത്തത് മെറിറ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ബാക്കി കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. EP ജയരാജന്റെ പിണക്കത്തിലും PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളിലും കലങ്ങിമറിഞ്ഞ് CPIM രാഷ്ട്രീയം. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ജാഗ്രതയോടെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സർക്കാരിൽ സമാന്തര അധികാര സംവിധാനം ഇല്ല എന്ന പ്രഖ്യാപനവുമായി P ജയരാജൻ രംഗത്തെത്തി. അതേസമയം LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ട EP ജയരാജൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനെത്തിയില്ല. PV അൻവർ തുറന്നുവിട്ട ആരോപണങ്ങൾ CPIM ബ്രാഞ്ച് സമ്മേളനങ്ങളെ ചെറുതല്ലാതെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. PV അൻവറിന്റെ ആരോപണങ്ങളാകട്ടെ ഒന്നിനു പിറകെ ഒന്നായി പുതിയ വെളിപ്പെടുത്തലുകളിലേക്ക് വഴി തുറക്കുന്നു. CPIM-ൽ മുൻപില്ലാത്ത ഒരു ശാക്തികചേരി രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പിന്തുണയില്ലാതെ PV അൻവർ ഇത്ര കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു. ഇതിനെല്ലാം പിന്നിലുള്ളവരിൽ P ജയരാജനുമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്ന അഭ്യൂഹം വരെ ശക്തമായി. ഇതോടെയാണ് P ശശിയെ തള്ളിപ്പറയുകയും PV അൻവറിനെ പിന്തുണയ്ക്കുകയും ചെയ്ത റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞ് P ജയരാജൻ രംഗത്തെത്തിയത്. അപ്പോഴും PV അൻവറിനോടുള്ളത് സുരക്ഷിത അകലം മാത്രമെന്ന് വ്യക്തം. എനിക്ക് ഈ റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുമല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ആളുകൾ വരുന്നു എന്ന നിലക്ക് എൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം വ്യാജ വാർത്തകളൊന്നും കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടിട്ട് പല വ്യാജ വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തകം ഉടൻ പുറത്തിറങ്ങുമെന്നും P ജയരാജൻ അറിയിച്ചു. LDF കൺവീനർ സ്ഥാനം പോയതോടെ പിണങ്ങിയ EP ജയരാജനും പുസ്തകമെഴുത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. പാർട്ടിയുമായുള്ള അകലം തുടരുമെന്ന് വ്യക്തമാക്കിയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള EP ജയരാജന്റെ വിട്ടുനിൽക്കൽ. തുടർച്ചയായി കമ്മിറ്റികളിൽ നിന്ന് വിട്ടുനിന്ന സമകാലിക ചരിത്രമുണ്ട് EP ജയരാജന്. പിന്നീട് മുഖ്യമന്ത്രി അടക്കം അനുനയിപ്പിച്ചാണ് നേതൃനിരയിൽ സജീവമാക്കിയത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര ലളിതമല്ലെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ ഉറപ്പിച്ചു പറയുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. PV അൻവർ MLA-യുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. KPCC അധ്യക്ഷൻ K സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസുകാരുടെ തോന്നിവാസം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് K സുധാകരൻ ആവശ്യപ്പെട്ടു.
ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്താനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകര ജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇവിടെ ഒരു നീതിന്യായവുമില്ല, നീതിയുമില്ല, നീതിബോധവുമില്ല. ഭരണരംഗത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രി. കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. വീട്ടമ്മയുടെ പീഡനാരോപണത്തിന് പിന്നിൽ മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ. വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും മുൻ SP സുജിത് ദാസും DYSP VV ബെന്നിയും CI വിനോദ് വലിയാട്ടൂരും പറഞ്ഞു. 3 പേരും ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു വീട്ടമ്മയുടെ പരാതി. മുൻ മലപ്പുറം SP സുജിത് ദാസ് IPS, DYSP VV ബെന്നി, SHO വിനോദ് മലയാറ്റൂർ എന്നിവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. വിളിച്ച് കൊച്ചിനെ കൊണ്ടുവരണ്ട തനിച്ച് വായോന്ന്. അപ്പൊ ഞാൻ പോയി SP ഓഫീസും കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെ പോയി. പക്ഷെ എനിക്ക് സ്ഥലം അവിടെ കിട്ടായിട്ട് അറിയില്ല. ഞാൻ അവിടെ പോയപ്പോ SP മാത്രമുണ്ട്. ഒരു ചർച്ച് വീട്, ഒരു നിലവിൽ. ആരോപണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്ന VV ബെന്നി പ്രതികരിച്ചു. വാർത്ത ആദ്യം നൽകിയ ചാനലിന്റെ ഉടമകളാണ് ആരോപണത്തിന് പിന്നിൽ. മുട്ടിൽ മരമുറി കേസിലെ വൈരാഗ്യമാണ് കാരണമെന്നും VV ബെന്നി 24-നോട് പറഞ്ഞു. ഇത് ഇപ്പോൾ എനിക്കെതിരെയുള്ള ആരോപണം ആദ്യം പുറത്തു വിട്ടിരിക്കുന്ന ഒരു ചാനൽ, അതിലാണ് ഇന്റർവ്യൂ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ ചാനലിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ കേസിലെ മെയിൻ അക്യൂസ്ഡാണ്. ആ ഒരു വ്യക്തിവിരോധം തീർക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ. തനിക്കെതിരെയുള്ളത് വ്യാജ പരാതിയെന്ന CI വിനോദ് മലയാറ്റൂരും പ്രതികരിച്ചു. താനൂർ കസ്റ്റഡി മരണക്കേസിൽ നടപടി നേരിട്ട SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് പരാതിക്കാരിയെന്നും ഇവർ നേരത്തെ പല പരാതികളും നൽകുകയും സ്റ്റേഷന് പുറത്ത് ഒത്തുതീർപ്പാക്കാറുമാണ് പതിവെന്നും CI പറഞ്ഞു. ഇതറിഞ്ഞതോടെ ഇവരുടെ എല്ലാ പരാതികളും കേസെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും CI വിനോദ് ആവശ്യപ്പെട്ടു. ചില പോലീസുകാരോട് പറഞ്ഞു, സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കുമെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ, നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു. ആരോപണത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന SP സുജിത് ദാസും പ്രതികരിച്ചു. ഞാൻ ഇതിന്റെ പുറകിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഞാൻ കാണുന്നുണ്ട്. നിയമപരമായിട്ട് എടുക്കേണ്ട നടപടികൾക്ക് ക്രിമിനലായിട്ടും സിവിലായിട്ടുമുള്ള ഡീഫേമേഷൻ നടപടികൾ ഞാൻ ചെയ്യുന്നുണ്ട്. 24 തിരൂർ. മുൻ SP സുജിത് ദാസ് ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ച് കടത്തിയ കേസിൽ തൃശൂർ DIG നാളെ തന്റെ മൊഴിയെടുക്കുമെന്ന് PV അൻവർ MLA. അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട്. തൃശൂർ DIG നല്ല ഉദ്യോഗസ്ഥനാണെന്ന് വിശ്വസിക്കുന്നുവെന്നും PV അൻവർ പറഞ്ഞു. നാളെ തൃശൂർ DIG എൻ്റെ മൊഴിയെടുക്കാൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ കൂടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അന്വേഷണത്തിൽ നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പോലീസിൽ പുഴുക്കുത്തുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂർ IG-യെക്കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം അദ്ദേഹം ഒരു നല്ല ഓഫീസറാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയതിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായൊരു അന്വേഷണം അദ്ദേഹം നടത്തിയേക്കാം. എടവണ്ണ റിദാൻ ബാസിൽ വധക്കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് PV അൻവർ. ഷാനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സമ്മതിക്കാൻ റിദാന്റെ ഭാര്യയെ പോലീസ് മർദ്ദിച്ചു. കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്തിൽ പോലീസിന് പങ്കുണ്ട്. കഴിഞ്ഞ വർഷം പോലീസ് പിടിച്ച കേസുകളിൽ 156 എണ്ണം കസ്റ്റംസിന് കൈമാറിയിട്ടില്ല. ഹെഡ്മാസ്റ്റർക്കെതിരെ പ്യൂണാണോ അന്വേഷിക്കുന്നതെന്ന് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ വ്യക്തമാവുമെന്നും PV അൻവർ പ്രതികരിച്ചു.
നീയും ഈ കൊന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഭർത്താവ് മരിച്ച് 3ാമത്തെ ദിവസമാണ്. ഈ കുട്ടിയെ ഭീകരമായി മർദ്ദിക്കുകയാണ്, ഈ പെൺകുട്ടിയെ. കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ 156 കേസ്. 156. മാസ്റ്റർക്കെതിരെ പ്യൂൺ അന്വേഷിക്കുന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത് 30ാമത്തെ ദിവസം ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ്. ഈ അന്വേഷണ പരിധിയിൽ ഈ പറയുന്ന ഞാൻ കൊടും ക്രിമിനൽ എന്ന് വിളിക്കുന്ന ADGP അജിത് കുമാർ അടക്കം ഈ കേസിന്റെ കണ്ണിയാണോ എന്നാണ് DGPയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പാലക്കാട്ടെ വിമത വിഭാഗത്തെ പിന്തുണച്ചതിന് KE ഇസ്മായിലിനെതിരെ CPI നടപടിയെടുക്കും. ഇസ്മായിലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കിയ അപരാജിത ബിൽ ഗവർണർ CV ആനന്ദബോസ് രാഷ്ട്രപതിക്ക് അയച്ചു. കോട്ടയം വാഴൂരിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ +1 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വാഴൂർ പുളിക്കൽ കവല സ്വദേശി ലിറോൺ ലിഞ്ചിയാണ് മരിച്ചത്. കൊച്ചിയിൽ LKG വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ഒരാൾ പിടിയിൽ. കണ്ണമാലി പുത്തൻതോട് സ്വദേശി സച്ചിനാണ് പിടിയിലായത്. കൊല്ലം ചടയമംഗലത്ത് മദ്യപിക്കാൻ പണം നൽകാത്തതിന് വീട്ടമ്മയ്ക്ക് നേരെ ആക്രമണം. കുരിയോട് സ്വദേശി ഗോപകുമാറാണ് വീട്ടമ്മയുടെ പല്ല് അടിച്ചു തകർത്തത്. തിരുവനന്തപുരത്ത് ഭാര്യയെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയും ഭാര്യാമാതാവിനെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. പുല്ലാമ്പാറ സ്വദേശി സതീഷാണ് അറസ്റ്റിലായത്. ലൈംഗിക പീഡന ആരോപണത്തിൽ നടൻ നിവിൻ പോളി പാസ്പോർട്ടിന്റെ പകർപ്പ് DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറി. പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ താൻ വിദേശത്ത് അല്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖയാണ് കൈമാറിയത്. ആരോപണം വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി DGPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, വിവരങ്ങൾ. അശ്വിൻ, വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതിക്കാരിയുടെ പരാതി. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കുന്നു. അന്ന് ഈ പറയുന്ന ദിവസങ്ങളിൽ താൻ വിദേശത്തല്ലായിരുന്നു, നാട്ടിൽ തന്നെ, പ്രത്യേകിച്ച് കൊച്ചിയിൽ സിനിമാ ഷൂട്ടിങ്ങുമൊക്കെ ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ ആധികാരിക രേഖകളാണ് ഇപ്പോൾ നിവിൻ പോളി DGPക്കും ഒപ്പം പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാസ്പോർട്ടാണ്. ഈ പറയുന്ന പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ താൻ കൊച്ചിയിൽ ഉണ്ടായിരുന്നു, മറ്റു വിദേശ യാത്രകളൊന്നും നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ട് തന്നെയാണ് ഏറ്റവും ആധികാരികമായ രേഖ. അതിന് പുറമെ കൊച്ചിയിൽ 2 ഇടങ്ങളിലായി നടന്ന സിനിമാ ഷൂട്ടിങ്ങിന്റെ ദിവസങ്ങളിൽ എടുത്ത ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെ ഒറിജിനൽ തീയതികൾ, കമ്പ്യൂട്ടറൈസ്ഡ് തീയതികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ആധികാരിക രേഖകൾ DGPക്കും അന്വേഷണ സംഘത്തിനും കൈമാറിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. അതിനുശേഷം FIRന്റെ കോപ്പി ലഭിച്ച ശേഷം തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കിയതാണ്. അതാണ് FIRന്റെ കോപ്പി ലഭ്യമായതിന് പിന്നാലെ അതിലെ തീയതികൾ അടക്കം വെച്ചുകൊണ്ട് പരാതിക്കാരി പറയുന്ന തീയതികൾ അത് വ്യാജമാണെന്നും ഇവർക്ക് ഇതിൽ വ്യക്തമായൊരു നിലപാടില്ല എന്നും തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ, അല്ലെങ്കിൽ ഈ പരാതി അപ്പാടെ വ്യാജമാണ് എന്ന് തെളിയിക്കാൻ ഉതകുന്ന തെളിവുകളടക്കം ഇപ്പോൾ പരാതി DGPക്ക് അടക്കം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് നിവിൻ പോളിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം നിവിൻ പോളിയുടെ സഹപ്രവർത്തകരടക്കം ഈ പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഹോട്ടൽ ബില്ലുകൾ അടക്കമായ രംഗത്ത് എത്തിയിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമപരമായി തന്നെ ഈ പരാതിക്കാരിയെ നേരിടാനുള്ള നീക്കങ്ങളിലേക്ക് നിവിൻ പോളി കടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും SIT ഇനി ഇതിൽ എന്ത് തുടർ നീക്കങ്ങൾ എടുക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. പാലക്കാട്ടെ വിമത വിഭാഗത്തെ പിന്തുണച്ചതിന് KE ഇസ്മായിലിനെതിരെ CPI നടപടിയെടുക്കും. ഇസ്മായിലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. ജില്ലാ കൗൺസിലിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വിവരങ്ങൾ. ഗിരീഷ്, രാജ്യത്തെ മുതിർന്ന നേതാവായ KE ഇസ്മായിലിനെതിരെ നടപടിയെടുക്കുന്നതിനാണ് ഇപ്പോൾ CPI എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്മായിലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. നടപടി എടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്നുള്ളതാണ് ഈ നോട്ടീസിൽ പറയുക. പാലക്കാട് ജില്ലാ കൗൺസിലാണ് ഇത്തരത്തിലൊരു ആവശ്യം എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് എക്സിക്യൂട്ടീവിന്റെ നടപടി ഇപ്പോൾ ഉണ്ടാകുന്നത്. പാലക്കാട് ഒരു CPIയിൽ തന്നെ ഒരു വിമത വിഭാഗം രൂപം കൊള്ളുകയും അവർ ഒരു സമാന്തര കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ സമാന്തര കമ്മിറ്റിയും വിമത വിഭാഗത്തെയും KE ഇസ്മായിൽ പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പാർട്ടി വിരുദ്ധ നടപടിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KE ഇസ്മായിലിനെതിരെ നടപടി പാലക്കാട് ജില്ലാ കൗൺസിൽ ആവശ്യപ്പെട്ടത്. ശരി, VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെതിരെ നടപടിക്ക് CPIയിൽ നീക്കം. മണിപ്പൂരിൽ വീണ്ടും റോക്കറ്റ് ആക്രമണം. മുൻ മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ എന്താണ്? അച്യുതൻ, റിജിത്ത്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ബിഷ്ണുപൂർ ജില്ലയിലെ
മണിപ്പൂരിന്റെ ആദ്യ മുഖ്യമന്ത്രി മൈരം കൊയ്റങ്ങിന്റെ വീടിന് നേരെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു റോക്കറ്റ് ഷെല്ല് ഈ വസതിക്ക് മുകളിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു. തുടർന്ന് ഇതിലൊരാൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. 70 വയസ്സുള്ള ഒരാളാണ് ഇതിൽ കൊല്ലപ്പെട്ടത്. 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ സേനയെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ നാളെ സ്കൂളുകൾക്ക് അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഭരണകൂടം. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ പിരമിഡ് ആഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉടൻ ലോഞ്ച് ചെയ്യുമെന്ന് UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു. കേരളം കൂടാതെ കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിലേക്കും UGS ഗ്രൂപ്പ് പ്രവേശിക്കുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് ആരംഭിക്കുന്ന ആദ്യ റെസ്റ്റോറന്റ് ഷെഫ് പാലാട്ടിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 14 ബ്രാൻഡ് അംബാസിഡറായ ചലച്ചിത്ര താരം ഭാവന നിർവഹിക്കും. എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ പുതിയ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അജിത് പാലാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താമഴ പൂർത്തിയാവുകയാണ്.